ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് വിൽക്കായിട്ടേക്കാണ്. അപ്പോൾ വിൽക്കായിട്ടതിൻ്റെ അന്നത്തെ ദിവസം തന്നെ അവർക്ക് ഓഫർ ഉച്ചയായപ്പോൾ അവർക്ക് 9 ഓഫർ കിട്ടി. അപ്പോൾ വീട് വിറ്റുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കണമെങ്കിൽ വേഗം വന്ന് എടുത്തോ, കാര്യം വീട് വിറ്റുപോയി. അപ്പം ഞാൻ വേഗം വന്ന് ഒരു ക്വിക്ക് ഹോം ടൂർ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് ഫ്ലോറിഡയിലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ഒരു വീടാണ്. വലിയ $1 മില്യൺ ഹോംസ് ഒന്നും അല്ല, എന്നാൽ അത്യാവശ്യം $500,000 500Kയുടെ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് 500Kയുടെ വീട് അല്ലെങ്കിൽ $500,000 വീട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട് അപേക്ഷിച്ച് ഇത് ഒരു നല്ല വീടാണ്. അപ്പോൾ ഒരു നല്ല വീടാകുമ്പോൾ ഒരുപാട് സ്ക്വയർ ഫീറ്റ് താഴെ തന്നെ കാണും. പിന്നെ ഇവരുടെ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അടിപൊളി ഒരു പൂളാണ് കേട്ടോ. അപ്പോൾ ആ പൂള് കണ്ടിട്ടാണ് ഞാൻ വന്നത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്താണ് അവർ വീട് വെക്കുന്നത്. ഇപ്പോൾ ഒരു വീട് 2 ഫ്ലോർ ആണെങ്കിൽ അടുത്ത വീട് അവർ 1 ഫ്ലോർ ആക്കും. അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വീടുകളാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരേപോലത്തെ വീടുകളല്ല. സാധാരണ നമ്മൾ അമേരിക്കയിലൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാം വീട് ഒരുപോലെ ഇരിക്കും, ഒരേ കൺസ്ട്രക്ഷൻ, ഒരേ പെയിൻറ്റ്, ഒരേ റൂഫ്. ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല. ഈ കമ്മ്യൂണിറ്റിയിൽ അവർ മാക്സിമം ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുകയാണ് ഈ വീട്ടിലോട്ട്. അപ്പോൾ ഇത് ഒരു നല്ല വീടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കേബ് അപ്പീലൊക്കെ നല്ല പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട് വിൽക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അകമൊന്നും വൃത്തിയാക്കലല്ല, ആ വീടിൻ്റെ പുറം. ഫസ്റ്റ് ഇംപ്രഷൻ അതാണ്. വീടിൻ്റെ പുറം നല്ലൊരു അപ്പീലിംഗ് ആയിരിക്കണം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ. അപ്പോഴാണ് ഈ ബയേഴ്സിന് ഒരു ഇംപ്രഷൻ വരുന്നത്. അപ്പോൾ ഇവരതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കയറുമ്പോൾ തന്നെ നല്ലൊരു സുഖമുള്ള വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. പിന്നെ ഫാൻസി ആയിട്ടുള്ള പനയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചില പനയൊക്കെ നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ബിൽഡേഴ്സ് നമുക്ക് തരും. പക്ഷേ ലോണൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചെമ്പരത്തി. അപ്പം ആദ്യം കാണുന്ന ഒരു ലുക്കുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് ഏത് വീടായാലും അങ്ങനെയാണ് അല്ലേ. നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് ആ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ അവർ കുറച്ച് കല്ലൊക്കെ ഇട്ട് ആ വീടിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ എൻട്രൻസ്. നമുക്ക് ബെല്ലടിച്ച് അകത്ത് കയറാം. കാണുന്നതാണ് ഈ വീട്ടിലെ ഫോർമൽ ഡൈനിങ് റൂം. ഈ വീട്ടിന് ലിവിങ് റൂമില്ല. ലിവിങ് റൂമിന് പകരം ഫാമിലി റൂമാണുള്ളത്. ഫാമിലി റൂം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അവർ ഡൈനിങ് റൂം വളരെ മിനിമലായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഫ്ലോറിഡ തീം വെച്ചിട്ടാണ്. അപ്പം നമ്മളൊരു വീട് വിൽക്കാനൊക്കെ ഇടുമ്പം വളരെ മിനിമലായിട്ടുള്ള ഫേർണിച്ചറും ആക്സസറീസും ഒക്കെ ഇട്ടാലേ ആളുകൾക്ക് വീട് ഇഷ്ടപ്പെടുള്ളൂ. ഓവർ ക്രൗഡ് ചെയ്തതും സാധനങ്ങൾ കിടക്കുന്നത് ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് അടുത്തതായിട്ട് ഇവരുടെ പൂളിലേക്ക് തന്നെ പോവാം. ഇവരുടെ പൂള് ഈ പൂള് കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ ഹൗസ് ടൂർ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഏകദേശം 100K എബവ് ഒരു പൂളാണ്. 100K എന്ന് പറയുമ്പം 7.5 ലക്ഷം രൂപ വരും. അതിൽ കൂടുതലാവും എന്നാണ് എനിക്ക് ഉറപ്പാണ്. കാര്യം സാധാരണ നമ്മളൊരു പൂളും ഇതൊക്കെ കെട്ടുമ്പോൾ തന്നെ ഏകദേശം ആ കാശാവും. ഇത് അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. മാർബിൾ ഫലകം പോലെയൊക്കെയാണ് അവർ വെച്ചേക്കുന്നത്. തറയൊക്കെ നന്നായിട്ട്, എനിക്കൊന്ന് തറ ട്രാവേർട്ടീൻ ആണോ എന്നറിയത്തില്ല, സ്റ്റോണൊക്കെ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇത് ഇവിടുന്നൊക്കെ രാത്രിയൊക്കെ ആകുമ്പം ഈ ഇവിടുന്നൊക്കെ ഇങ്ങനെ തീ വരുന്ന പോലെയൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പകലാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ പൂളിൽ ഫ്ലോട്ടീസൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ഇരിക്കാനായിട്ട് 2 പേർക്ക് ഇരിക്കാനുള്ള കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുള്ള ഒരു സിറ്റിംഗ് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ TV ഉണ്ട്, ഒരു ഫയർ പ്ലേസ് ഉണ്ട്.
ഫ്ലോറിഡയിൽ ഫയർ പ്ലേസിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്കൊന്ന് ഇവർ ഒരുപാട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയ. അപ്പം നല്ലൊരു സ്കൾപ്ചർ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഫയർ പ്ലേസും അതിൻ്റെ മുകളിൽ ടി വി ഇരിക്കുന്ന ആ ഒരു ഏരിയ, ഈവൻ കൊത്തുപടിയൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഓവർലുക്ക് ചെയ്യുന്നത് പൂളിലേക്കാണ്, സിറ്റിംഗ് ഏരിയ. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വേറൊരു സിറ്റിംഗ് ഏരിയയും അതിൻ്റെ പിറകിലായിട്ട് അടുപ്പും ഗ്രില്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഔട്ട്ഡോർ കിച്ചൺ എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഔട്ട്ഡോർ കിച്ചൺ എന്ന് പറയുമ്പോൾ മെയിൻലി അവർ ഗ്രില്ലും ഒരു ചെറിയ അടുപ്പൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേളിൽ കാണാം അവർ വുഡൻ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ആ പൂൾ ഏരിയയുടെ ഭംഗി കൂട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്രില്ലും എനിക്ക് തോന്നുന്നൊരു ഫ്രിഡ്ജും ഉണ്ട്. ഗ്രില്ലും ഫ്രിഡ്ജും, അടുപ്പും ഇല്ല, കഴുകുന്ന സാധനവും ഇല്ല, സിങ്കും ഇല്ല, പക്ഷേ ഇത് മതി അല്ലേ. അപ്പോൾ ഈ പൂളിലൊക്കെ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ ബാർബിക്യൂ ഒക്കെ ചെയ്യും. അതാണ് ഇവിടുത്തെ മെയിൻ. ഇത് പിള്ളേരൊക്കെ പൂളിലായിരിക്കും, ഫാദർ ബാർബിക്യൂ ഒക്കെ ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്നത് ഓഫീസ് റൂമാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ലിവിങ് റൂം ആക്കാം, പക്ഷേ വീട്ടിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫീസ് റൂമാണ് നല്ലത്. അപ്പോൾ ഇത് അവരുടെ ഓഫീസ് റൂമാണ്, അവർ വർക്ക് ചെയ്യാണ്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഫാമിലി റൂം. അപ്പോൾ ഈ കാണുന്നത് ഫാമിലി റൂമിൻ്റെയും ഓഫീസ് റൂമിൻ്റെയും ഇടയ്ക്കുള്ള ഇടനാഴിയാണ്. ഈ കാണുന്നത് ഫാമിലി റൂമാണ്. അപ്പോൾ ഫാമിലി റൂം എന്ന പേര് പറയുന്നത് എല്ലാവരും ഒത്തുചേർന്ന് ഇരുന്ന്, ഇപ്പം നമ്മുടെ നാട്ടിലെ ലിവിങ് റൂമിലൊക്കെയാണ് ഗസ്റ്റ് വന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റൂമിലാണ് ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നിച്ച് ചേരുന്നതും ടി വി കാണുന്നതും സംസാരിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഫാമിലി റൂമാണ്. അപ്പോൾ ഫാമിലി റൂമാണ് ഇവിടെ അമേരിക്കയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂമെന്ന് വേണമെങ്കിൽ പറയാം. കിച്ചനും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഫാമിലി റൂം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ കാണുന്നത് ഫാമിലി റൂമാണ്. ഫാമിലി റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ യൂഷ്വലി ഇത് കാണും, കിച്ചൺ കാണും. ഇത് നല്ലൊരു വേറൊരു ഫയർ പ്ലേസ് ആണ്. അപ്പോൾ ഈ വീട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് ഫയർ പ്ലേസ് കാണാം. സാധാരണ ഫ്ലോറിഡ സ്റ്റൈൽ ഹൗസസിന് ഫയർ പ്ലേസ് കാണാറില്ല, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ആഡ് ഓൺ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിറകിലായിട്ടാണ് അടുക്കള നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. ഓപ്പൺ കിച്ചൺ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കിച്ചൺ അടച്ച് വെച്ചിട്ടല്ല കാണിച്ചേക്കുന്നത്, എല്ലാം കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കണമെങ്കിൽ എല്ലാവരും അടുത്തതായി നമ്മൾ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനൊരു ഡോറുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറാണ്, കാര്യം അവർക്ക് പൂളുണ്ട്. അപ്പം പൂൾ മാത്രമല്ല, വെളിയിലത്തെ ആ ബ്യൂട്ടിഫുൾ വ്യൂ അവർക്ക് കിട്ടും. സേഫ്റ്റി വൈസ് എനിക്കറിയത്തില്ല അത് നല്ലതാണോ അല്ലേ എന്ന്. ബെഡ്റൂമിലോട്ട് ആർക്ക് വേണമെങ്കിലും ആ ഡോർ വഴി കയറാം. അതൊരു ഓക്കെ. തറയൊക്കെ നല്ല മേപ്പിൾ വുഡിൻ്റെ തറയാണ്, ഹാർഡ്വുഡ് ഫ്ലോറാണ് അവരിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഡോറ് മറക്കാതെ ലോക്ക് ചെയ്യാൻ ഓർമ്മിക്കണം. കാര്യം ഇത് പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും നേരെ വീട്ടിലോട്ട്. അപ്പോൾ അത് അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇത് അവരുടെ മാസ്റ്റർ ബാത്റൂമാണ്. മാസ്റ്റർ ബാത്റൂം ഡബിൾ വാനിറ്റിയാണ്, അതായത് ഹേഴ്സ് ആൻഡ് ഹിസ് രണ്ടുപേർക്കും 2 വാഷ് ബേസിനുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അപ്പം നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഒരു തീമായിട്ടാണ്, ഫ്ലോറിഡ തീമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ബാത്ത് ടബാണ്. ജക്കൂസി അല്ല, നോർമൽ ബാത്ത് ടബാണ്. ഇത് ഷവർ ഏരിയ. അപ്പം ഇങ്ങനെ ഒരു ഷവർ ഏരിയ കെട്ടി അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ഇറങ്ങി നിന്ന് നമുക്ക് കുളിക്കാൻ പറ്റും. ഇത് ബിൽറ്റ് ഇൻ ക്ലോസറ്റ് സ്പേസ് ആണ്. ഇവിടെ ക്ലോസറ്റ്
എന്നാണ് പറയുന്നത്. ഈ തുണികളും സാധനങ്ങളും ഷൂസും ഒക്കെ സൂക്ഷിക്കുന്നതിനെ ക്ലോസറ്റ് എന്നാണ് പറയുന്നത്. ഇത് അവിടെ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് അവർ ഉണ്ടാക്കി വെച്ചേക്കാണ്, ഡ്രസ്സിനും ജ്വല്ലറിക്കും ബാഗിനും ഒക്കെ ആയിട്ട്. ഇതൊരു നല്ല കൂൾ ഫീച്ചറാണ്. ഇത് യൂഷ്വലി ബിൽഡേഴ്സ് ആരും ചെയ്തു തരാറില്ല, കാര്യം ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് അവിടുന്ന് ഇറങ്ങി പുറത്തോട്ട് പോയി അടുത്ത റൂമിൽ എന്താണെന്ന് നോക്കാം. അപ്പം ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും ഫാമിലി റൂമാണ്. പിന്നെ നമുക്ക് മുറികളിലോട്ട് പോകണമെങ്കിൽ ആ നേരത്തെ കണ്ട ഇടനാഴിയിലൂടെ നമുക്ക് പോകണം. അവിടെയാണ് ബാക്കി 2 ബെഡ്റൂംസും ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂം, ഈ കാണുന്ന വേറൊരു ബാത്റൂം. അപ്പോൾ ഇവിടെ 3 ബാത്റൂമും 3 ബെഡ്റൂമും ഉള്ള ഒരു വീടാണ്. ഒരു ഗസ്റ്റ് ബെഡ്റൂമും ഒരു കിഡ്സ് റൂമും ഒരു മാസ്റ്റർ റൂം. ഈ കാണുന്നത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റ് ബെഡ്റൂം എഗെയിൻ അവർ മിനിമൽ ഫേർണിച്ചറൊക്കെയാണ് ചെയ്തേക്കുന്നത്. കളർ സ്കീമൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ആക്സസറീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒന്ന് ഇച്ചിരി പെയിൻ്റൊക്കെ അടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, വേറൊരു തീം ആക്കിയിരുന്നെങ്കിൽ. അവർ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഈ കാണുന്നത് ഒരു ചെറിയ ലോണ്ട്രി റൂമാണ്, വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ആയിട്ട്. അടുത്തതായിട്ട് നമ്മൾ കയറുന്നത് കിഡ്സ് റൂമാണ്. കിഡ്സ് റൂം നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നേച്ചർ തീമൊക്കെ ആയിട്ടാണ്, നിറയെ ലീവ്സും പ്ലാന്റ്സും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവർ ബിൽറ്റ് ഇൻ ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പെയിൻറ് കളറൊന്നും അടിച്ചിട്ടില്ല. പിന്നെ അതിന് ചേർന്നായിട്ട് തന്നെ ഒരു സ്റ്റഡി റൂമുണ്ട്. അതെനിക്ക് തോന്നുന്നു നല്ല ഒരു ഫീച്ചറാണ്. എസ്പെഷ്യലി ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പഠിക്കുമ്പം അതിന് സൈഡിലായിട്ട് ഇതുപോലൊരു ക്യാബിനറ്റും ഇത് അവർ ബിൽറ്റ് ഇൻ ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ വീടുകളുടെ കൂടെ വരാത്തതാണ്. അപ്പം ഈ ഒരു ലൈബ്രറി ഷെൽഫ് അങ്ങനെ ഒരു ക്യാബിനറ്റൊക്കെ വെച്ചേക്കുന്നത് നല്ലൊരു കൂൾ ഫീച്ചറാണ്. സൈഡിലായിട്ട് അവരുടെ ഡോഗിനൊരു വാക്ക് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഡോഗിന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കാര്യങ്ങളൊക്കെ സാധിക്കാം. അപ്പം അവർക്ക് നല്ല ക്യൂട്ടായിട്ടൊരു ഡോഗുണ്ട്, ഫിയോണ എന്നാണ് പേര്. അപ്പോൾ നല്ല നാച്ചുറലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ പൂളിൻ്റെ ഒരു പ്രത്യേകത. എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഒരു നല്ല സുഖമുണ്ട് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. എസ്പെഷ്യലി നമ്മുടെ ഫ്ലോറിഡ ഹീറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ബെസ്റ്റ് പ്ലേസാണ് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂള് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് സൈഡ് ലോട്ടാണ്. അപ്പോൾ അതായത് പിറകിൽ നമ്മുടെ വീടിനെ പോലെ ലേക്കൊന്നും കാണത്തില്ല. അപ്പം പ്രൈവസി ഒരു ഇഷ്യൂ ആണ്.
കണ്ട ഇതൊരു സൈഡിലോട്ടാണ്. അപ്പം സൈഡിലോട്ടാകുമ്പോഴത്തേക്ക് പ്രൈവസി ഒരു ഇഷ്യൂ ആയതുകൊണ്ട് വീടിന് വില കുറയാൻ സാധാരണ ചാൻസ് കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബിൽഡേഴ്സൊക്കെ പ്രൈവസിക്ക് വേണ്ടി നിറയെ ചെടിയും മരവും ഒക്കെ വെച്ചു കൊടുക്കും. ഒരു വാളായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ ഈ വീട് അവർ വാങ്ങിക്കുമ്പോൾ തന്നെ മിക്കവാറും ഈ ബിൽഡേഴ്സ് ഇതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടാകും, നിറയെ പനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഒരു ഫ്ലോറിഡ തീം ഹൗസാണ്. നിങ്ങൾക്ക് കാണാം എല്ലാവരും പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്ലോറിഡ തീമാണ്. കണ്ട ഇവിടെ നല്ല കട്ടിക്ക് അവർ മരങ്ങളും ചെടികളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിൽ അവരുടെ പൂളാണ്, പക്ഷെ നമുക്ക് കാണത്തുപോലുമില്ല അവരുടെ പൂളിൽ ആരുണ്ട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ വാളില്ല ഇവിടെ, വീടുകൾക്ക് മതിലുകളില്ല. അപ്പം പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ വലിയ പനയും മരവും ചെടിയൊക്കെ നട്ടു കൊടുക്കും. കണ്ട ഈ വീടിന് ഒരുപാട് മരവും ചെടിയും ഉണ്ട്. കാര്യം ഇത് സൈഡിലെ